സിനുജി, ഗുഡ് മോർണിംഗ്. ഈ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം അധികാരമേൽക്കാൻ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ട്രംപിൻ്റെ ഓരോ നടപടികളും ഇങ്ങനെ ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കാനേഡിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോയെ ഞങ്ങളുടെ ഗവർണർ എന്ന് അഭിസംബോധന ചെയ്തത്. അതായത് കാനഡയെ ഒരു അമേരിക്കയുടെ ഭാഗമായിട്ടുള്ളൊരു സംസ്ഥാനമാക്കി മാറ്റുമെന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗവർണർ ആകാം എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അത് അന്ന് നമ്മളൊരു തമാശയായിട്ടാണ് കരുതിയതെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് 2-3 തവണയായിട്ട് ട്രംപ് ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് അത് ട്വീറ്റും ചെയ്തിരിക്കുന്നു. അതായത് അല്ലയോ പ്രിയപ്പെട്ട ഗവർണർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ട്വീറ്റ് ഉണ്ട്. അപ്പോൾ ഇത് കാര്യത്തിലേക്ക് മാറുകയാണോ എന്നൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ ഈ മറുഭാഗത്ത് ഇസ്രായേൽ ഇങ്ങനെ യുദ്ധം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെയൊക്കെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? അതായത് ലോകരാജ്യത്ത് എന്തൊക്കെയോ വലിയ മാറ്റങ്ങളുണ്ടാകുന്നു. ഇപ്പം പാർത്ഥം പറഞ്ഞ പോലെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന നിയുക്ത പ്രസിഡന്റ് തൊട്ടടുത്ത രാജ്യമായ കാനഡയിലെ പ്രധാനമന്ത്രിയെ അല്ലയോ ഞങ്ങളുടെ ഗവർണറെ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അന്ന് പറഞ്ഞത് കാനഡ എന്ന് പറയുന്ന അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമായി മാറിക്കോളൂ, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായം ഞങ്ങൾ ചെയ്തു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു തവണ കൂടി അത് ആവർത്തിച്ചു. ഇത് 3-ാം തവണ വീണ്ടും പറയുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുള്ള ഒരു ട്വീറ്റാണ്. അതിൽ പറയുന്നത് ഞങ്ങളുടെ ഗവർണറായ ജസ്റ്റിൻ ട്രൂഡോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെ അധിക്ഷേപമൊന്നും ആക്ഷേപമൊന്നും പറയാൻ പറ്റത്തില്ല. മാത്രമല്ല കൃത്യമായൊരു പ്ലാനിങ്ങോടെ അമേരിക്ക മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ ട്രംപ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് കാനഡ എല്ലായ്പ്പോഴും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ കയറ്റുമതിയുടെ 75% അമേരിക്കയിലേക്കാണ് കയറ്റുമതി. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെ ഞങ്ങൾ 25% നികുതിയുടെ താരിഫ് കൂട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കാനഡയിലെ പ്രോഡക്റ്റുകൾ മുഴുവൻ അമേരിക്കയിലേക്ക് വരുമ്പോൾ 25% നികുതി കൂട്ടിയാൽ കനേഡിയൻ ഡോളർ പൂർണ്ണമായിട്ട് തകർന്നു പോകും. അപ്പോൾ അമേരിക്കയെ ബന്ധപ്പെട്ട് അമേരിക്കൻ ഡോളറിനെ ബന്ധപ്പെട്ട് ഈ ബിസിനസ്സുമായി ട്രേഡുമായി മുന്നോട്ട് പോകുന്ന അവർക്ക് വലിയ തിരിച്ചടിയാണ്. ജപ്പാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ ഇവർ ഓസ്ട്രേലിയയുമായിട്ടൊക്കെ ട്രേഡ് നടത്തുന്നുണ്ട്. പക്ഷേ അത് 2, 3, 5% അപ്പോൾ വലിയ ശതമാനവും ഇവരാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ അല്ലയോ ഗവർണർ എന്ന് വിളിക്കുമ്പോൾ ഈ ട്രൂഡോയ്ക്ക് വലിയ അപമാനമാണ്. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ആകെ നാണം കെടുകയാണ്. പക്ഷേ ട്രൂഡോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും എതിർപ്പുമായി വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തിയാൽ കാനഡ തീർന്നു. ഇപ്പം കാനഡയുടെ പ്രധാന ഈ പറയുന്ന കയറ്റുമതി സാധനമൊക്കെ പറയുന്നത് ഓയിലാണ്. അപ്പം ഈ പ്യൂരിഫൈ ചെയ്യാത്ത ഓയിൽ, അതുപോലെ തന്നെ ഗ്യാസ്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അമേരിക്കയിലേക്ക് കൊടുത്തേ പറ്റൂ. ഞങ്ങൾക്കത് വേണ്ടാതെ അമേരിക്ക പറഞ്ഞാൽ ഇവരുടെ കച്ചവടം തീരും. മാത്രമല്ല തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം മെക്സിക്കോയും അമേരിക്കയുമായിട്ട് ഏതാണ്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ മെക്സിക്കോയിൽ നിന്നുള്ള കയറ്റുമതിയുടെ 80% അമേരിക്കയിലേക്കാണ്. ഈ മെക്സിക്കോയ്ക്കാണ് 25% ഇവർ വീണ്ടും നികുതി ഏർപ്പെടുത്തുന്നത്. അപ്പോൾ മെക്സിക്കോയെയും ഏതാണ്ട് ഒതുക്കാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ട്രംപിൻ്റെ ഒരു പോക്ക് വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റായിട്ട് കാനഡയും 52ാമത്തെ സ്റ്റേറ്റായിട്ട് മെക്സിക്കോയെ അങ്ങ് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താ പറയുക, അമേരിക്ക ഈ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നം നേരിടുന്നു. നിലവിൽ അമേരിക്ക വലിയ വിസ്തൃതമായ രാജ്യമൊക്കെ ആണെങ്കിലും മാൻ പവർ അവിടെ ഇല്ല. അപ്പോൾ എന്തെടുക്കും, അടുത്ത രാജ്യത്തൊന്നും എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ മെക്സിക്കോയുടെ ജനസംഖ്യ 12.5 കോടിയാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് കുടിയേറാനായിട്ട് അല്ലെങ്കിൽ അനധികൃതമായിട്ട് നുഴഞ്ഞു കയറുന്നു അമേരിക്കയിലേക്ക്. കാരണം അവിടുത്തെ ഒരു ജനജീവിതവും അവിടുത്തെ ഒരു സാമ്പത്തിക നിലയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നുഴഞ്ഞുകയറ്റം കാനഡയിൽ നിന്നുമുണ്ട്. അപ്പോൾ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമൊക്കെ നുഴഞ്ഞുകയറ്റം നടത്തുന്നു, മയക്കുമരുന്ന് കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു. അമേരിക്ക അതിനെ തടയിടാൻ പോകുന്നു. എന്തിനാ അതിനൊക്കെ ചെയ്യുന്നത്? നമുക്കെല്ലാം കൂടെ ഒറ്റ രാജ്യമാകാം, പ്രശ്നമില്ലല്ലോ, നിങ്ങൾ ഞങ്ങളുടെ സ്റ്റേറ്റായിട്ട് ചെയ്യുന്നു. അപ്പം ഈ അമേരിക്കയുടെ ജനസംഖ്യയും കൂടും. അങ്ങനെ വന്നാൽ അമേരിക്കൻ ജനസംഖ്യ 38-40 കോടിയാവും. അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്ന്, വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നായി മാറുകയും ചെയ്യും. അപ്പോൾ നിലവിലെ സ്ഥിതിയിലൊന്നും മാറണമെന്ന് അമേരിക്ക ചില പ്ലാനുകൾ നടത്തുന്നുണ്ട്. ഇതിനെതിരെ നിൽക്കേണ്ടത് റഷ്യയാണ്. അപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നല്ലോ. ഇതിന് മീഡിയേറ്റർ ആകേണ്ടത് ഡൊണാൾഡ് ട്രംപാണ്. ഈ മീഡിയേറ്റർ ആകേണ്ട ഡൊണാൾഡ് ട്രംപ് ഇവിടെ മെക്സിക്കോയും കാനഡയും തൻ്റെ കൈപ്പിടിയിലേക്ക് ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം പുട്ടിൻ എന്ത് കൊടുക്കണം? ഒന്ന് കണ്ണടയ്ക്കണം. പുട്ടിൻ കണ്ണടച്ചാൽ ഇപ്പുറത്തെ ട്രംപും കണ്ണടയ്ക്കും. അങ്ങനെ ട്രംപ് കണ്ണടച്ചാൽ പുട്ടിനെ കൊടുക്കുന്ന ആളെ ഉക്രൈനെ പിടിച്ച് തൻ്റെ രാജ്യത്തോട്ട് ചേർക്കും എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളുടെ വിസ്തൃതി വർദ്ധിപ്പിക്കും. അപ്പോൾ പാർത്ഥം ചോദിച്ചാൽ മറ്റൊരു ചോദ്യമുണ്ട്. മറുവശത്ത് ഇസ്രയേൽ നടത്തുന്ന ആക്രമണമാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഈ സിറിയയ്ക്ക് നേരെ, അതായത് വിമതർ പിടിച്ച സിറിയയ്ക്ക് നേരെ 500ഓളം തവണ ആക്രമണം നടത്തി. എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും വ്യോമസേനയുടെ ആക്രമണം ഇസ്രയേൽ നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 പോർട്ടുകളിൽ അവർ ആക്രമണം നടത്തി. അപ്പോൾ ഈ പോർട്ടുകളിൽ നേരത്തെ റഷ്യ അവരുടെ യുദ്ധക്കപ്പലുകളൊക്കെ നിർത്തിയിട്ടിരുന്നു. പക്ഷേ യുദ്ധം തുടങ്ങുന്ന സമയപ്പോൾ റഷ്യ അവിടുന്ന് കപ്പൽ മാറ്റി,
മാത്രമല്ല അവരുടെ നേവൽ കപ്പലുകളെ, ഷിപ്പിനെയൊക്കെ തകർത്തു, ബോട്ടുകളെയൊക്കെ തകർത്തു. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഷിപ്പ് ഒന്ന് പോർട്ട് ഒന്ന് ഫ്രീ ആക്കി എടുക്കാൻ. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന് കരമാർഗം നല്ല ശക്തിയുണ്ട്, വലിയ സേനയൊക്കെ ഉണ്ട്. വ്യോമ മേഖലയിൽ ലോകത്ത് തന്നെ നമ്പർ 1 എന്ന് പറയാവുന്ന ഒരു ശക്തിയാണ് ഇസ്രയേൽ. പക്ഷേ അവർക്ക് നേവൽ, അതായത് ഈ സമുദ്ര മേഖലയിൽ അവർക്ക് വലിയ സ്വാധീനമില്ല. ആ സ്വാധീനത്തിലേക്ക് കടക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2 പോർട്ടുകളൊക്കെ പിടിച്ചെടുത്തു, എന്നിട്ട് അവിടെ പോയി 500 ബോംബിംഗ് ഒക്കെ നടത്തുന്നു. എന്നിട്ട് പറയുന്നു ബാഷർ അൽ അസദിൻ്റെ രാസായുധ ശേഖരം അവിടെയുണ്ട്, അത് നശിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. അപ്പം തൊട്ടടുത്തുള്ള ഒരു രാജ്യത്തെ ഭരണം അട്ടിമറിക്കപ്പെടുമ്പോൾ ആ രാജ്യത്തെ കൂടുതൽ കുഴപ്പത്തിലാക്കാൻ വേണ്ടി അവിടെ ആക്രമണം നടത്തും. സാഹചര്യം ഉപയോഗിക്കുന്നു, ആ സാഹചര്യം മുതലെടുക്കുന്നു. ഇതൊരു യുദ്ധതന്ത്രമാണ്. ഈ തന്ത്രം കൃത്യമായിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുന്നു. പണ്ട് 6 days വാർ നടന്നപ്പം അറേബ്യൻ രാജ്യങ്ങൾക്കെതിരെ ഇതേ തന്ത്രം ഇസ്രായേൽ പ്രയോഗിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അറബ് രാജ്യങ്ങൾ ഏതാണ്ട് നിരായുധീകരിക്കപ്പെട്ടത്. ഇവിടെയും അതേ തന്ത്രം ഉപയോഗിക്കുമ്പോൾ നിലവിൽ വരാൻ പോകുന്ന പ്രധാനമന്ത്രി, അയാളുടെ അടുത്ത് പറഞ്ഞു, വിമതനാണല്ലോ, ഇയാൾക്ക് അൽ ഖ്വയ്ദ ഒക്കെ ആയിട്ട് നേരത്തെ ബന്ധം ഉണ്ടായിരുന്നു. അപ്പം പറയാണ്, സൂക്ഷിച്ച് നിന്നു, ഞങ്ങൾ കൂടുതൽ കളിച്ചാൽ ഞങ്ങൾ കയറി അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ പറയുന്നു. അപ്പം ഇയാളും ഒന്ന് പേടിച്ച് നിൽക്കണം. ഈ ഇസ്രായേൽ ഇത്രയും ധൈര്യം കാണിക്കുന്നത് എന്തിനാ? അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ധൈര്യമായിട്ട് അടിച്ചോ, ഞാൻ അടുത്ത മാസം ട്രംപ് വരിക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു ആക്രമണം നടത്തുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ലെബനനിൽ നിന്ന് ഓൾറെഡി ഹിസ്ബുള്ളയെ അവിടുന്ന് മാറ്റി ഒരു യുദ്ധതന്ത്രം, എന്താ പറയുക, ഒത്തുതീർപ്പൊക്കെ നടത്തിയിട്ട്. അതുകൊണ്ടാണ് ഹിസ്ബുള്ളയ്ക്ക് ഈ സിറിയയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഇടപെടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ലെബനനിലും ഏതാണ്ട് ചില കാര്യങ്ങളൊക്കെ ഇസ്രായേൽ നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ ഗോലാൻ കുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഈ 6 days വാർ ഉണ്ടായിരുന്നപ്പോൾ സിറിയയുടെ ഭാഗമായിരുന്ന ഈ സ്ഥലം പിന്നീട് ഇസ്രായേൽ പിടിച്ചെടുക്കുകയാണ്. 1981 സ്വന്തം രാജ്യത്തോട് ചേർത്തു. പക്ഷേ ലോക രാജ്യങ്ങൾ അത് അംഗീകരിച്ചൊന്നുമില്ല. 3/2 ഭാഗം ഈ പറയുന്ന ഇസ്രായേലിൻ്റെ കയ്യിലും ബാക്കി ഒരു ഭാഗം ഏതാണ്ട് ഒരു ഉടമ്പടിയുടെ പേരിൽ, ഒത്തുതീർപ്പിന്റെ പേരിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഈ സ്ഥലം ഇപ്പോൾ ഇസ്രായേൽ കയറി അങ്ങ് പിടിച്ചെടുത്തു മുഴുവൻ. അങ്ങനെ പിടിച്ചെടുത്തതിന് കാരണം സിറിയയിലെ ഭരണാധികാരിയുമായി ഒപ്പിട്ട കരാർ തീർന്നു. കാരണം സിറിയയിൽ ഭരണാധികാരി ഇല്ല. അപ്പോൾ ഇവർ മൊത്തം ഞങ്ങൾ അങ്ങ് പിടിച്ചെടുത്തു. ഈ മേഖലയിൽ വലിയ ധാതു നിക്ഷേപം, ഓയിൽ നിക്ഷേപം ഒക്കെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഖനനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം ഇനി ഇസ്രായേൽ കൂട്ടിച്ചേർക്കും. എന്ന് പറഞ്ഞാൽ ലെബനനും ഈ സിറിയയും ഒക്കെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കുന്നു. അതായത് വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം, ഇതൊരു രഹസ്യ പ്ലാനായിരുന്നു. അമേരിക്കയും ഇസ്രായേലും മാത്രം അറിയുന്ന ഒരു ഓപ്പറേഷൻ. അവരതിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഈ ലെബനനും അതുപോലെ തന്നെ ഈ സിറിയയും കൂടെ ഒക്കെ കൂടി ചേർന്ന് ഇതൊരു വലിയ രാജ്യമാവും. അപ്പം വിശാല ഇസ്രായേലാവും. വേണമെങ്കിൽ ഞങ്ങളുടെ അണ്ടറിൽ നിന്നോടാ എന്ന് പറയുന്ന പുതിയ ഒരു പ്രധാനമന്ത്രി എടുത്ത ഒരു നിർദ്ദേശം നൽകുകയാണ്. അപ്പം ഇസ്രയേലും സത്യത്തിൽ ഇവിടെ രാജ്യം വലുതാക്കുന്നു. അപ്പോൾ അമേരിക്ക ഒരു സൈഡിൽ കൂടെ രാജ്യം വലുതാക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ജസ്റ്റിൻ ട്രൂഡോയെ പരസ്യമായി തന്നെ അപമാനിച്ചുകൊണ്ട് കാനഡ ഞങ്ങളുടെ കൂടെ ചേർന്നോളാൻ പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ചേർന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം ഞങ്ങൾ നിഷേധിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റിന് 25% താരിഫ് ഏർപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ സാമ്പത്തിക നിലയെ ഞങ്ങൾ തകർക്കും. ഇപ്പുറത്ത് ഇസ്രായേൽ എന്തായിരുന്നു, ഒന്നും മിണ്ടാതെ സിറിയക്കെതിരെ അങ്ങ് ബോംബിടുകയാണ്. നേവൽ മേഖലയിൽ ബോംബിടുന്നു, ആയുധ സംഭരണശാലകൾ ബോംബിടുന്നു, അവരുടെ റിയാക്ടറൊക്കെ പരീക്ഷണശാലകളുണ്ട്, അവിടെ ബോംബിടുന്നു. അങ്ങനെ എല്ലായിടത്തും തുടർച്ചയായി മിസൈൽ അയക്കുന്നു. ഇത് എന്തിനാണ് ഇത്രയും ആക്രമണം നടത്തുന്നത്? കാരണം ഹിസ്ബുള്ള ഒഴിഞ്ഞു പോയതോടെ ലെബനിൽ ആക്രമണം ഇല്ലല്ലോ, പിന്നെ എന്തിനാ? അപ്പോൾ ലെബനിൽ വേറെ കുറച്ച് കൺസ്ട്രക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലായിടത്തും കൂടെ നോക്കുമ്പോൾ ഇസ്രയേൽ തങ്ങളുടെ രാജ്യം വിപുലീകരിച്ച് തങ്ങൾ പശ്ചിമേഷ്യയിൽ ഒരു വലിയ ശക്തിയാകാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ അമേരിക്ക, ഒരു സൈഡിൽ കൂടെ ഇസ്രയേൽ, മറ്റേ സൈഡിൽ കൂടെ റഷ്യ. ഇവർ മൂന്നും തങ്ങളുടെ സാമ്രാജ്യങ്ങൾ വലുതാക്കാനായിട്ട് അല്ലെ വിശാലമാക്കാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നത് വ്യക്തമാണ്. ഇതിനെ UN ഒന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ UN പറയുന്നു ഇസ്രായേലെ നിങ്ങൾ ആക്രമണം നിർത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആക്രമണം നടത്തിയതല്ല, ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ, ജനങ്ങളെ സംരക്ഷിക്കാൻ വളരെ പരിമിതമായ പ്രിസൈസ് ആയിട്ടുള്ള ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത്. അറ്റാക്ക് ചെയ്യുന്നതിനാണ് ഇവർ പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത്. എന്തായാലും US-ന്റെ പിന്തുണയുള്ളത് കൊണ്ടാണ് ഇവർ ഈ കള്ളക്കളി നടത്തുന്നത് എന്നുള്ളതിന് ലോക രാജ്യങ്ങൾക്കറിയാം. ഇനി അടുത്ത പ്രശ്നം എന്താ പറയുക, ഈ ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് ഒളിച്ചോടിയല്ലോ. ബാഷർ അൽ അസദും അദ്ദേഹത്തെ ഈ പിന്തുണച്ച കുറേ പട്ടാള മേധാവിവരെയും മന്ത്രിമാരെയും ഒക്കെ ഇവരാണ് ഈ സാധാരണ ജനങ്ങളെ തൂക്കിക്കൊല്ലുകയും ജയിലിടുകയും ചെയ്തത് ക്രൂരമായിട്ട്. ഇവരെ മുഴുവൻ പിടിച്ചെടുക്കാൻ പോവാണ്. ഇവരെ മുഴുവൻ ഏത് രാജ്യത്തായാലും അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് പരസ്യ വിചാരണ നടത്താൻ പോകുന്നു. അങ്ങനെ പരസ്യ വിചാരണ ഈ സിറിയ നടത്താൻ പോകുമ്പോൾ അമേരിക്ക ഒന്ന് കണ്ണടച്ചാൽ ഓക്കെ നടക്കും, ഇസ്രായേൽ ഒന്ന് കണ്ണടച്ചാൽ നടക്കും. പക്ഷേ ഇവർ രണ്ടും കൂടെ അങ്ങ് എതിർത്താലോ അല്ലെങ്കിൽ ഇവരൊരു ബോംബിങ് നടത്തിയാലോ നടക്കില്ല. മാത്രമല്ല റഷ്യയുടെ അടുത്ത് ഇരിക്കുന്ന ബാഷറിനെ വിട്ടുകൊടുക്കേണ്ടത് റഷ്യയാണ്. അപ്പോൾ അമേരിക്ക പറയുകയാണ് നിങ്ങൾ ഉക്രൈനൊക്കെ പിടിച്ചോ, ഞങ്ങൾ മിണ്ടായിരിക്കാം. അപ്പോൾ ശരി, അതിന് വരെ എന്ത് ചെയ്യണം, ബാഷറിനെ വിട്ടുകൊടുക്കണം.
റഷ്യ ചെയ്യും. കാരണം എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തു. എല്ലാ അഡ്ജസ്റ്റ്മെന്റ് റഷ്യക്ക് റഷ്യയുടെ കാര്യമുണ്ട്. അപ്പോൾ പുട്ടിനും ട്രംപും തമ്മിൽ നല്ല ബന്ധമുള്ളതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഇസ്രയേലിന്റെ എല്ലാ സഹായവും കൊടുക്കുന്ന ട്രംപാണ്. മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ പ്രസിഡന്റായിട്ട് അവിടെ സ്ഥാനം ഏറ്റെടുത്താൽ പിന്നെ അവിടെ ഹമാസോ ഹിസ്ബുള്ളോ ഹൂത്തികളൊന്നും ഉണ്ടാവില്ല. ഏതാണ്ട് അത് പ്രാവർത്തികമായി. അപ്പം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അമേരിക്ക കാനഡയും മെക്സിക്കോയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിശാല അമേരിക്കയാകാൻ പോകുന്നു. ഇസ്രയേല് ലെബനനെയും സിറിയയും കൂട്ടിച്ചേർത്ത് ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെ ഒരു വിശാല ഇസ്രയേലായിപ്പോയി. അപ്പോൾ റഷ്യക്ക് ഇത് രണ്ടും കണ്ടുപിടിക്കുമ്പോൾ പറയും ശരി ഞങ്ങൾ എന്നെ ഉക്രൈനെ എടുത്തോട്ടെ, ശരി നിങ്ങൾ ഉക്രൈനെ എടുത്തു. അപ്പൊ രാജ്യങ്ങൾ ആകെ മാറുകയാണ്, വികസിക്കുകയാണ്. അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടെ? എന്തായാലും ലോകക്രമം തന്നെ മാറുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. മാത്രമല്ല അമേരിക്കയും റഷ്യയും ഇസ്രായേലും ഒക്കെ ഇങ്ങനെ വികസിക്കുമ്പോൾ അത് ഇസ്ലാമിക ലോകത്തെ തീവ്രവാദ ശക്തികൾക്ക് വലിയ തിരിച്ചടിയാണ് എന്നും കൂടെ പറയേണ്ടിയിരിക്കും. അതെ, ഇസ്ലാമിക ശക്തികൾക്ക് വൻ തിരിച്ചടിയാവും.